ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവ് തന്നെയാണ് പ്രശ്നം. എങ്ങനെയാണ് വൈഷ്ണ സുരേഷിനെ തിരുവനന്തപുരത്ത് മുട്ടട വാർഡിൽ വോട്ട് വിനിയോഗിക്കാൻ അവസരം നൽകിയത്, അതല്ലെങ്കിൽ വോട്ട് നൽകിയത്? ഈ ചോദ്യത്തിന് ഉത്തരം വിചിത്രമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവ് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഹൈക്കോടതിയുടെ വാക്കാലുള്ള പരാമർശത്തിന് പിന്നാലെ വന്ന ഒരു ഉത്തരവ് എന്ന് മാത്രമേ അതിനെ പറയാൻ കഴിയുകയുള്ളൂ. ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ്. 9ാമത്തെ പാരഗ്രാഫ്. ഒരു പ്രത്യേക പ്രദേശത്തെ സാധാരണ താമസക്കാരാണെങ്കിൽ വാസസ്ഥലം മാറുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അർഹരാണ് എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ടർ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. തദ്ദേശ സ്ഥാപനം നൽകുന്ന വീട്ടുനമ്പരോ ഉടമസ്ഥാവകാശമോ വാടക കരാറോ ഒന്നും ഇതിലേക്ക് ആവശ്യം രേഖകളല്ല. എന്നാൽ ഇതിന്റെ അന്തസത്ത ഇലക്ടർ രജിസ്ട്രേഷൻ ഓഫീസർ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് സാധാരണ ആർക്കൊക്കെയാണ് ബാധകമാവുക? സ്വന്തം വീടില്ലാതെ ഏതെങ്കിലും പ്രദേശത്ത് സ്ഥിരമായി കഴിയുന്നവർ, അതുപോലെ തന്നെ ഏതെങ്കിലും പീഡികത്തിണ്ണയിൽ സ്ഥിരമായി കഴിയുന്നവർ, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പോലും വോട്ട് നൽകണം എന്ന ഭരണഘടനാപരമായ നിർദ്ദേശം അത് ജനാധിപത്യത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ വൈഷ്ണ സുരേഷിന് വീടുണ്ട്. വൈഷ്ണ സുരേഷ് സ്ഥിരമായി ഉറങ്ങുന്നത് എവിടെയാണ്? അമ്പലമുകളിലുള്ള വീട്ടിലാണ്. അപ്പോൾ വോട്ട് വേണ്ടത് എവിടെയാണ്? ഈ നിർദ്ദേശപ്രകാരമാണെങ്കിൽ വോട്ട് വേണ്ടത് എവിടെയാണ്? അമ്പലമുകളിലാണ്. മറ്റൊരു രേഖകളും ഇല്ലെങ്കിൽ അമ്പലമുകളിൽ സ്ഥിരമായി ഉറങ്ങുന്നത് കൊണ്ട്, താമസിക്കുന്നത് കൊണ്ട് 6-8 വർഷമായി താമസിക്കുന്നു എന്ന് പറഞ്ഞത് വൈഷ്ണ സുരേഷ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അമ്പലമുകളിലാണ് വോട്ട് നൽകേണ്ടത് വൈഷ്ണ സുരേഷിന്. പക്ഷെ വൈഷ്ണ സുരേഷ് അവിടെ അപേക്ഷിച്ചില്ല. അപേക്ഷിച്ചത് മുട്ടട വാർഡിലാണ്. എന്തുകൊണ്ടായിരിക്കും? സീറ്റ് നൽകാമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ടാകണം. അതിന്റെ ഭാഗമായി ഞാൻ മത്സരിക്കുന്ന വാർഡിൽ തന്നെ വോട്ട് കിടക്കട്ടെ എന്ന് കരുതിയാണ് പഴയ TC നമ്പർ ഉപയോഗിച്ച് പഴയ താമസ സ്ഥലത്ത് വോട്ട് ചേർത്തത് വൈഷ്ണ സുരേഷ്. ആ TC നമ്പർ തന്നെ തെറ്റാണ്. അത്തരമൊരു TC നമ്പർ നിലവിൽ മുട്ടട വാർഡിലില്ല. ആ തെറ്റ് മനസ്സിലാക്കിയ വൈഷ്ണ സുരേഷ് വീണ്ടും അപേക്ഷ നൽകുന്നുണ്ട് തിരുത്താൻ. അതേ വീടിന്റെ പഴയ TC നമ്പറാണ് ഉപയോഗിച്ചത്. ഇപ്പോഴത്തെ TC നമ്പർ TC 18/2365 അവിടെ എനിക്ക് വോട്ട് നൽകണം എന്നാണ്. ആ വീട്ടിൽ പക്ഷേ താമസിക്കുന്നില്ല വൈഷ്ണ സുരേഷ്. അവിടെ താമസിക്കുന്നില്ല. ആ വീട് നേരത്തെ വൈഷ്ണ സുരേഷിന്റെ കുടുംബ വീടായിരുന്നു. അത് വിറ്റു. ആ വിറ്റ ആൾ വേറൊരാൾക്ക് അത് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. അവിടെ താമസിക്കുന്നില്ല വൈഷ്ണ സുരേഷ് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെയാണ് വൈഷ്ണ സുരേഷിന് വോട്ട് ഉണ്ടാവുക? പിന്നെ എങ്ങനെയാണ് മുട്ടട വാർഡിൽ വൈഷ്ണ സുരേഷിന് വോട്ട് നൽകുക? വ്യാജവിലാസം ചൂണ്ടിക്കാണിച്ച് വോട്ട് ചേർത്തതിന് സത്യത്തിൽ വൈഷ്ണ സുരേഷിനെതിരെ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ വൈഷ്ണ സുരേഷിന് വോട്ട് നൽകുന്നു. അതിന് ഹൈക്കോടതി പറഞ്ഞത് 24 വയസ്സുള്ള ചെറുപ്പക്കാരി മത്സരിക്കാൻ തയ്യാറാകുന്നു, അവർക്ക് വോട്ടില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സാങ്കേതിക പ്രശ്നത്തിൽ തൂങ്ങി വോട്ട് നഷ്ടപ്പെടുത്തരുത് എന്നാണ്. ഇവിടെ സാങ്കേതിക പ്രശ്നമല്ല, മത്സരിക്കുന്ന മണ്ഡലത്തിലേക്ക് മാറി കൃത്രിമമായി വോട്ട് ചേർക്കുന്നു എന്ന് വെച്ചാൽ ആർക്കും ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു മണ്ഡലം ടാർഗറ്റ് ചെയ്താൽ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലം BJP ജയിക്കണമെന്ന് തീരുമാനിച്ചാൽ ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് BJP-കാരായ വോട്ടർമാരെ നേമം മണ്ഡലത്തിൽ ചേർക്കാം. ഈ ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഇനിയിപ്പോൾ ഇത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാണല്ലോ. അതുകൊണ്ട് നേമം മണ്ഡലം സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലാണ്, നിയമസഭാ മണ്ഡലമായതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ജയിക്കണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിച്ചാൽ, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, അതല്ലെങ്കിൽ BJP ആയിക്കോട്ടെ, ആ പ്രദേശത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് എല്ലാവരെയും അവിടെ കൊണ്ട് വോട്ട് ജയിപ്പിക്കാൻ കഴിയും. എളുപ്പമാണ്. ഒരു വാർഡ് എന്നൊക്കെ പറയുന്നത് 5-10 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനൊക്കെയാണ് ജയിച്ചു വരുന്നത്. ഒരു വാർഡിൽ 10-20 പേരെ ചേർത്താൽ മാത്രം മതിയാകും ഈ മാനദണ്ഡം ഉപയോഗിച്ച്.
ആർക്കും തടയാൻ കഴിയില്ല. ആ വാർഡിൽ താമസിക്കണമെന്നില്ല. ആ വാർഡിൽ ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ മതി ആർക്ക്? ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് എങ്കിൽ എവിടെയും ആർക്കും എപ്പോഴും വോട്ട് ചേർക്കാൻ കഴിയുന്ന അവസ്ഥ വരും. ഇപ്പോൾ മുട്ടട വാർഡിൽ വൈഷ്ണവ് സുരേഷിന് വോട്ടുണ്ട്. എവിടെയാണ് വോട്ട് എന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയില്ല. കാരണം 18/23/65 വോട്ട് എങ്കിൽ അവിടെ വൈഷ്ണവ് സുരേഷ് താമസിക്കുന്നില്ല. അത് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. അവർ തന്നെ ഇലക്ഷൻ കമ്മീഷന് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈഷ്ണവ് സുരേഷ് താമസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ താമസിക്കുന്നവർ. അപ്പോൾ വൈഷ്ണവ് സുരേഷ് ഇപ്പോൾ എയറിലാണ്, ആകാശത്താണ്, ഭൂമിയിലല്ല അവർക്ക് വോട്ട് എന്ന് പറയേണ്ടി വരും. ഇത് ഒരു കീഴ്വഴക്കമായി സ്വീകരിച്ചാൽ ഏത് വാർഡിലും എപ്പോൾ വേണമെങ്കിലും ആർക്കും വോട്ട് ചേർക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നത് ജനാധിപത്യത്തിന്റെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വൈഷ്ണവ് സുരേഷ് മത്സരിച്ച് ജയിച്ചാലും ആ സ്ഥാനത്ത് വാർഡ് മെമ്പറായി തുടരാൻ ചിലപ്പോൾ വൈഷ്ണവ് സുരേഷിന് കഴിയണമെന്നില്ല. 19-ാം തീയതി വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട് ഹൈക്കോടതി. 19-ാം തീയതി ഇതെല്ലാം വീണ്ടും ഹൈക്കോടതി റിവ്യൂ ചെയ്യേണ്ടി വരും. അങ്ങനെ റിവ്യൂ ചെയ്ത് ഹൈക്കോടതി ഒരു തീരുമാനമെടുത്താലും ഡിവിഷൻ ബെഞ്ചിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഇത് കേവലമായ ഒരാളുടെ വോട്ടിന്റെ പ്രശ്നമല്ല, സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ജനാധിപത്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഈ ഉത്തരവിന്റെ പിൻബലത്തിൽ പോകാം എന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഉറപ്പാണ് കോടതിയിൽ ഈ ഉത്തരവ്, ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഉത്തരവ് ചോദ്യം ചെയ്യപ്പെടും. വലിയ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്, വാദങ്ങൾ നടക്കേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ എവിടെയാണോ താമസിക്കുന്നത് അവിടെ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങനെ വരുമ്പോൾ വൈഷ്ണവ് സുരേഷിന്റെ ഇപ്പോൾ ലഭിച്ച വോട്ട് ഇല്ലാതാകും. കാരണം മുട്ടട വാർഡിൽ താമസിക്കുന്നില്ല. നിലവിലുള്ള വീട്ടിൽ TC 18/23/65 നമ്പർ വീട്ടിൽ താമസിക്കുന്നില്ല വൈഷ്ണവ് സുരേഷ്. അപ്പോൾ അവർക്ക് അവിടെ വോട്ട് നൽകാൻ യാതൊരു കാരണവശാലും കഴിയില്ല. ഇപ്പോഴും രാത്രി താമസിക്കാൻ പോകുന്നത് അമ്പലമോളിലേക്കാണ്. രാവിലെ വാർഡിലെത്തി അവിടെ ക്യാമ്പയിൻ നടത്തിയതിനു ശേഷം താമസിക്കുന്നത്, ഉറങ്ങുന്നത് അമ്പലമുകളിലെ വീട്ടിലാണ് എന്നതാണ് കാര്യം. അത് വരും ദിവസങ്ങളിൽ പുറത്തു വന്നാൽ സ്വാഭാവികമായും അതും വൈഷ്ണവ് സുരേഷിന് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതുകൊണ്ട് മുട്ടട വാർഡിൽ ആര് ജയിച്ചാലും, പ്രത്യേകിച്ച് വൈഷ്ണവ് സുരേഷ് ജയിച്ചാൽ അവർക്ക് കൗൺസിലറായി തുടരാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം നിൽക്കുന്നുണ്ട്. അത് ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനത്തിന് വിധേയമായിരിക്കും.